ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ബോറടിച്ച് വീട്ടിലുകളൊക്കെ നിൽക്കുകയാണ് കേട്ടാ. ബോറടിച്ചെന്നാലും ഇവിടെ വീട്ടിലുകളൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഷിൻചാനും പിഞ്ചാനും നമ്മളിവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ, ഗ്രാനി ടൈഗറും കൂടെ ഗ്രാനിയുടെ നാട്ടിലാണ് നിൽക്കണേന്ന് വെച്ചാൽ കേട്ടോ. അവർ ഇതുവരെയായിട്ട് എത്തിയില്ല ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അതുകൊണ്ട് തന്നെയായിട്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് നമ്മുടെ ഷിൻചാനും പിഞ്ചാനും നമ്മളോട് പറഞ്ഞ നമ്മുടെ മറ്റേ ലൂസിഫറിൻ്റെ 2 ഇല്ലേ, നമ്മുടെ എംപുരാനില്ലേ, എംപുരാൻ. ഓക്കെ, എംപുരാൻ കാണാൻ പോയാലും നമ്മുടെ ഷിൻചാനും പിഞ്ചാനും നമ്മളോട് പറഞ്ഞു ഗൈസ്. ഓക്കെ, അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമ്മളെന്തായാലും ഇന്നെന്തായാലും എംപുരാനുകളൊക്കെ കാണാനായിട്ട് എന്തായാലും പോകാനായിട്ട്, അത് നമ്മുടെ ലൂസിഫർ 2കളൊക്കെ നമ്മളെന്തായാലും കാണാൻ പോകണം. ഓക്കെ, നമ്മുടെ എംപുരാനുകളൊക്കെ നമ്മളെന്തായാലും കാണാനായിട്ട് എന്തായാലും പോകാനായിട്ട്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഡയറക്റ്റ് തന്നെ ഓൺലൈൻ വഴി വേണമെങ്കിൽ ബുക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഓൺലൈൻ വഴി എന്തോ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം എനിക്ക്. ഓക്കെ, എന്തോ എറർ കാണിക്കണം ഗൈസ്. ഓക്കെ, അത് മാത്രമല്ല ടിക്കറ്റൊക്കെ ഫുള്ളെന്ന് കുറഞ്ഞ് എന്തോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമുക്കെന്തല്ലേ ഷിൻചാനെ പിഞ്ചാനെ കൂട്ടിക്കൊണ്ട് നമുക്ക് നേരെ തിയേറ്ററിൽ പോയി നമ്മുടെ ഏതാണ് ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് നാളത്തെ ഷോയ്ക്ക് നമുക്ക് എന്നാലും പോകാം ഗൈസ്. ഓക്കെ, രാവിലത്തെ ഷോയ്ക്കെല്ലാം പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഗ്രാനി ടൈഗർ ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കൂടെ കൊണ്ടുവരുന്നത് കേട്ടോ. പക്ഷെ അവരില്ല ഗൈസ്. ഓക്കെ, അവർ ഗ്രാനിയുടെ നാട്ടിലാണ്. ഓക്കെ, എടാ ഷിൻചാനെ പിഞ്ചാനെ നമുക്ക് പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തരാം. ഫ്രാങ്ക്ലി ചേട്ടാ, മൊത്തം എല്ലാം കൂടെ 3 ടിക്കറ്റ് വേണമല്ലേ? ആടാ ഷിൻചാനെ പിഞ്ചാനെ, നമുക്കപ്പോൾ നേരെയല്ലേ തിയേറ്ററിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തരാം. ഫ്രാങ്ക്ലി ചേട്ടാ. ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം നമ്മളല്ലേ തിയേറ്ററിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സിനിമ തിയേറ്റർ എന്ന് വെച്ചാൽ കേട്ടോ. വലിയ തിയേറ്ററാണ് കേട്ടോ, നല്ല വലുതാണ്. ഓക്കെ, കാണുമ്പോൾ ചെറുതുപോലെ തോന്നും, പക്ഷേ ഈ സാധനം നല്ല വലിയ തിയേറ്ററാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഗൈസ്, ഇതിൻ്റെ അടിയിൽ പാർക്കിങ് കണക്ക് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇന്നിവിടെ ഇപ്പോൾ ഷോ എന്താ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഷോ. ഓക്കെ, പിന്നെ രാത്രി സെക്കൻഡ് ഷോ ഉണ്ട്. ഓക്കെ, നമുക്ക് നാളെ മതി. ഓക്കെ, നമുക്ക് നാളെ എംപുരാൻ സുഖമായിട്ടിരുന്ന് കാണാം നമ്മുടെ ഷിൻചാൻ്റെയും പിഞ്ചാൻ്റെ കൂടെ. അപ്പം അല്ലടാ ഷിൻചാനെ പിഞ്ചാനെ. ഫ്രാങ്ക്ലി ചേട്ടാ, എടാ ഷിൻചാനെ പിഞ്ചാനെ, നിങ്ങളപ്പോൾ ഇവിടെ നിന്നില്ലേ, ഞാൻ പോയിട്ടില്ലേ എംപുരാൻ്റെ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തരാമേ. ഫ്രാങ്ക്ലി ചേട്ടാ. എടാ ഷിൻചാനെ പിഞ്ചാനെ, നൈസായിട്ട് പണിപ്പാളിടാ. എന്ത് ഫ്രാങ്ക്ലി ചേട്ടാ, എന്ത് ഫ്രാങ്ക്ലി ചേട്ടാ? എടാ ഷിൻചാനെ പിഞ്ചാനെ പണിപ്പാളിടാ. എന്താണ് സംഭവം എന്ന് വെച്ചാലല്ലേ, നമ്മുടെ ഈ ഒരു തിയേറ്ററില്ലേ ഇപ്പം തന്നെ ഫുള്ളാണ്. ഇപ്പം തന്നെ ഫുള്ളാ? ആടാ ഷിൻചാനെ പിഞ്ചാനെ, എല്ലാ ആൾക്കാരും എംപുരാൻ കണ്ടെന്ന് വിചാരിച്ചാണെങ്കിൽ ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് നമുക്ക് ഇന്ന് കാണാമെന്ന് വിചാരിച്ചേട്ടാ. അല്ലേ നമ്മൾ ആ ഇറങ്ങിയ ദിവസം ഫാൻ ഷോയ്ക്ക് തന്നെ നമ്മൾ പോകുമായിരുന്നു കേട്ടോ. ഓക്കെ, എന്ത് കഷ്ടമാണല്ലോടാ ഷിൻചാനെ പിഞ്ചാനെ. ഇവിടത്തെ ഇപ്പം ടിക്കറ്റും തീർന്ന്, പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു തിയേറ്റർ ഫുള്ളാണ്. നമ്മുടെ സിറ്റിയിലാണെങ്കിൽ തന്നെ വേറെ തിയേറ്ററും ഇല്ല. വേറെ തിയേറ്റർ ഉണ്ട്, പക്ഷേ ഈ തിയേറ്ററാണ് ഏറ്റവും അടിപൊളിയുള്ള തിയേറ്റർ. ഇല്ല ഫ്രാങ്ക്ലി ചേട്ടാ, എനിക്ക് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടാൽ മതി. എനിക്ക് എംപുരാൻ കാണണം, അല്ലെങ്കിൽ ഫ്രാങ്ക്ലി ചേട്ടൻ്റെ കാറ് ഞാൻ കത്തിക്കും. അയ്യോടെ ഷിൻചാൻ അങ്ങനെ പറയുന്നത്. ഫ്രാങ്ക്ലി ചേട്ടാ കഷ്ടമുണ്ട് കേട്ടോ. ഫ്രാങ്ക്ലി ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? എടാ ഞാൻ ഇപ്പം എന്ത് ചെയ്യടാ? ഫ്രാങ്ക്ലി ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരുത്തൻ്റെ വീട്ടിൽ നിന്ന് ടിക്കറ്റ് അടിച്ചു പറ്റേ. എടാ ഷിൻചാനെ, നീ എന്ത് വിഡ്ഢിത്തരോടാ പറയണത്? നീ ഇത്രയ്ക്ക് പൊട്ടനായി പോയല്ലോ. എടാ വല്ല ടിക്കറ്റ് വല്ല മോഷ്ടിച്ചാൽ അത് കേസാകൂടാ. ഫ്രാങ്ക്ലി ചേട്ടാ എന്തെങ്കിലും ഇപ്പം ചെയ്യ്, അല്ലാതെ ശരിയാവില്ല. എനിക്കെന്തായാലും നാളെ എംപുരാൻ കണ്ടേ പറ്റുമോ? എടാ ഷിൻചാനെ പിഞ്ചാനെ, വേറൊരു പ്രശ്നമുണ്ടാ. എന്ത് ഫ്രാങ്ക്ലി ചേട്ടാ? എടാ നമ്മുടെ ഈ ഒരു തിയേറ്റർ ഇപ്പോൾ ഓൾറെഡി ഫുള്ളായിട്ട് കുറേ പേര് എംപുരാൻ കണ്ട കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ നാളെയും കൂടെ ഉള്ള കേട്ടോ എംപുരാൻ. അയ്യോ നൈസായിട്ട് പണിപ്പാളി ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് നാളെ തന്നെ എംപുരാൻ കാണണം. അല്ല ഇന്നത്തെ ഷോ കഴിഞ്ഞാ? ഇന്നത്തെ ഷോ കഴിഞ്ഞിടാ. ഇന്നത്തെ ഷോ ഏകദേശം കഴിയാറാം എംപുരാൻ. സെക്കൻഡ് ഷോ ഇല്ല എംപുരാൻ, അല്ലെങ്കിൽ സെക്കൻഡ് ഷോയ്ക്ക് നമുക്ക് പോയായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഇനി നാളെ ഉള്ളു അടുത്ത ഷോ എംപുരാൻ്റെ, അതാണ് അവസാനത്തെ ഷോ ഈ ഒരു തിയേറ്ററിൽ. ബാക്കി തിയേറ്ററിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ സിറ്റിയിലാകപ്പാട് ഈ ഒരു തിയേറ്ററേ ഉള്ളൂ. വേറൊരു തിയേറ്റർ ഉണ്ട്, പക്ഷെ അതത്രയ്ക്ക് നല്ല തിയേറ്ററല്ല, അത് പൊട്ട തിയേറ്റർ. കഷ്ടമുണ്ട് ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് എംപുരാൻ കണ്ടേ പറ്റുമോ? എടാ ഷിൻചാനെ, ഞാൻ എന്ത് ചെയ്യണം അതല്ലേടാ നിന്നോടാ പറയണത്. ഫ്രാങ്ക്ലി ചേട്ടാ എനിക്കൊരു അടിപൊളി ഐഡിയ ഉണ്ട്. ഫ്രാങ്ക്ലി ചേട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ടല്ലോ, അവൻ്റെ പേരെന്തോണ്, ദിവാകരൻ അങ്ങനെ എന്തോ. ഒരു ആർട്ടിസ്റ്റ് അല്ലേ, അവൻ്റെ കൂടെ പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ളൊരു നമ്മുടെ എംപുരാൻ്റെ ഒരു ടിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ആടാ ഷിൻചാൻ, അത് നീ പറഞ്ഞ ശരിയാണ് കേട്ടോ. അവൻ്റെ കൂടെ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടില്ലേ എംപുരാൻ്റെ ഒരു ടിക്കറ്റ് കോപ്പി ചെയ്ത് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അവനും പിന്നെ നാളെ നമ്മളോട് ആ ഒരു സിനിമാ തിയേറ്ററിൽ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ദിവാകരനൊക്കെ അവൻ നേരത്തെ തന്നെ വിളിച്ചിറങ്ങി. അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്ത് തന്നെ. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ആ ഒരു ടിക്കറ്റിൻ്റെ സെയിം കോപ്പി ഉണ്ടാക്കിയെടുത്ത് നമുക്ക് പോയി കാണാം. ഫ്രാങ്ക്ലി ചേട്ടാ, അത് തന്നെ ഫ്രാങ്ക്ലി ചേട്ടാ, എന്തൊക്കെ ഒന്നാലും നാളെ എനിക്ക് കണ്ടേ പറ്റും. ആടാ ഷിൻചാനെ, ഞാൻ എന്തായാലും ദിവാകരന് ഒരു $2 മില്യൺ അയച്ചു കൊടുക്കാം കേട്ടാ. അവൻ്റെ കൂടെ പറഞ്ഞ 3 ടിക്കറ്റ് കോപ്പി ചെയ്ത് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറയാം. ഫ്രാങ്ക്ലി ചേട്ടാ.
ഫൈനലി എടാ ഷിഞ്ചനെ പിഞ്ചനെ ദിവാകരൻ ആ ഫ്രാങ്ക്ലി ചേട്ടാ ദിവാകരനാണെങ്കിലില്ലേ ഞാനാണെങ്കിൽ $3 മില്യൺ കൊടുത്തു കേട്ടാ. $3 മില്യൺ കൊടുത്തപ്പം അവനാണെങ്കിൽ അവൻ്റെ ടിക്കറ്റിൻ്റെ സെയിം കോപ്പി തന്നെ 3 അവൻ കറക്റ്റായിട്ട് എല്ലാം സെറ്റാക്കി അടിപൊളിയായിട്ട് കോപ്പി ചെയ്ത് കള്ള ടിക്കറ്റ് ഉണ്ടാക്കി തന്നെ. ഫ്രാങ്ക്ലി ചേട്ടാ ഇതിപ്പോൾ ഏതായാലും കൊള്ളാം കേട്ടാ. ടിക്കറ്റ് എവിടെ? എൻ്റെ കയ്യിലുണ്ടാ ഷിഞ്ചനെ പിഞ്ചനെ. നമുക്കപ്പോൾ ഈ ഒരു ഉണ്ടാക്കിയ ടിക്കറ്റ് വെച്ച് നാളെ പോയി കാണാം അല്ലേ? ഫ്രാങ്ക്ലി ചേട്ടാ കള്ളം കാണിച്ചെങ്കിലും സിനിമ കണ്ടേ പറ്റോ? നാളെ ഷിഞ്ചനെ പിഞ്ചനെ. അപ്പം ശരി, ഇപ്പം നിങ്ങൾ പോയി കിടന്നുറങ്ങും. നമുക്കെന്തായാലും നാളെ പോയി എംപുരാൻ കാണാനുള്ളതാണ് കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ. എടാ ആളിയാ, നീ പറഞ്ഞ ശരി തന്നെയല്ലോടാ ആളിയാ. ഈ വീട്ടിലെവിടെയല്ലേ ഒരാൾ ഒരു എംപുരാൻ്റെ ടിക്കറ്റ് കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്? ആടാ അത് നീ പറഞ്ഞ ശരിയാണ് കേട്ടാ. ഈ വീട്ടിലുള്ളവനാണ് എംപുരാൻ്റെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കോപ്പി ചെയ്ത് ഉണ്ടാക്കിയ. അവൻ പിന്നെ കുറേ പൈസ ഇറക്കിയാണ് ഉണ്ടാക്കിയേട്ടാ. നമുക്ക് പിന്നെ ടിക്കറ്റ് കിട്ടിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഇല്ലേ ഉണ്ടാക്കിയ ആ ടിക്കറ്റ് ഇല്ല അവൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ നൈസായിട്ട് അടിച്ചു പറ്റേട്ടാ. ആടാ നീ പറഞ്ഞ ശരിയാണ് കേട്ടോ. നമുക്ക് ഹെഡ്ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കയറ്റാം കേട്ടാ. അവൻ ഇപ്പോൾ ഉറങ്ങി കാണാം കേട്ടോ. അവൻ പിന്നെ 3 ടിക്കറ്റ് എന്തോ എടുത്തില്ല. നമുക്ക് ആ 3 ടിക്കറ്റും അങ്ങ് അടിച്ചു മാറ്റാം കേട്ടാ. എന്നിട്ട് നമ്മുടെ വേറെ കൂട്ടുകാരുണ്ടല്ലോ അവനെയും കൂടെ കൂട്ടി നമുക്ക് 3 പേർക്കായിട്ട് നാളെ പോയി സിനിമ കാണാം. ആടാ നീ പറ ശരിയാണ് കേട്ടാ. ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വണ്ടിയുടെ ഹോൺ അടിക്കാം. അപ്പം നീ ഓടിയാൽ മതി. എടാ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റൊക്കെ കറക്റ്റായിട്ട് കവേർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആടാ അളിയാ നീ സുഖമായിട്ട് പോയി ആ 3 ടിക്കറ്റ് അങ്ങ് അടിച്ചു മാറ്റിക്കൊണ്ടോ എംപുരാൻ്റെ കോപ്പിയുടെ. ആടാ ഓക്കെ ഗൈസ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളം കേട്ടാ. ഈ വീട്ടിലുള്ള ഫ്രാങ്ക്ലിൻ അങ്ങനെ ഏതൊരുത്തനാണെങ്കിൽ എംപുരാൻ്റെ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് അതേ സെയിം രീതിയിൽ ഉണ്ടാക്കി ഗൈസ്. ഓക്കെ നമുക്കപ്പോൾ എന്തായാലും ആ ടിക്കറ്റ് അങ്ങനെ നൈസൊരു അടിച്ചു പറ്റാം കേട്ടാ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നാളെ എംപുരാൻ കണ്ടേ പറ്റും ഗൈസ്. ഓക്കെ ഇവിടെ ഇപ്പോൾ ഉറങ്ങി കിടക്കുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ് അവിടെ കണ്ട 3 ടിക്കറ്റ് കണക്ക് ഇരിപ്പുണ്ട് കേട്ടാ. നമുക്ക് നൈസായിട്ട് എടുക്കാം കേട്ടാ. നീ ആറാ? അയ്യോ നൈസോട്ട് പണിപ്പാളി അളിയാ വണ്ടി എടുക്കടാ. എടാ ടിക്കറ്റ് കിട്ടിയാ? ആടാ ടിക്കറ്റ് കിട്ടിയടാ. 3 ടിക്കറ്റ് കിട്ടി. എടാ ഷിഞ്ചനെ പിഞ്ചനെ എണീക്കടാ. എടാ ഒരു കള്ളം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ എംപുരാൻ്റെ ടിക്കറ്റ് അടിച്ചു മാറ്റിക്കൊണ്ടേ. അയ്യോ എന്ത് പറ്റി ഫ്രാങ്ക്ലി ചേട്ടാ? എടാ ഏതോരുത്തൻ ടിക്കറ്റ് അടിച്ചു മാറ്റിക്കൊണ്ടെന്ന്. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ നൈസായിട്ട് പണിപ്പാളി. എടാ ആളിയോ പെട്ടെന്ന് വണ്ടി എടുക്കടാ. ശരിയടാ. ഷിഞ്ചനെ പിഞ്ചനെ ഇപ്പൊ തന്നെ ആ കള്ളന്മാരെ പിടിക്കണം കേട്ടാ. നമ്മൾ കഷ്ടപ്പെട്ട് 3 മില്യൺ കൊടുത്ത് ഉണ്ടാക്കി സെറ്റാക്കി എടുത്ത എംപുരാൻ്റെ ടിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ചേടാ നമുക്ക് ഈ ടിക്കറ്റിലേക്ക് നാളെ കാണാൻ പറ്റില്ല. ഫ്രാങ്ക്ലി ചേട്ടാ അവന്മാരെ വണ്ടിയില്ല. അതെന്ന് വെച്ചാലില്ലേ ഒരു ഗോൾഡൻ കളറായിട്ടുള്ള ഒരു BMW M3 ആണ് കേട്ടാ. അവന്മാർ ഇങ്ങോട്ടാണ് പോയത് കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. ഫ്രണ്ടിൽ കൂടെ അതാണ്ട് ഒരു ഗോൾഡൻ കളർ വണ്ടി പോകുന്നുണ്ട് കേട്ടാ. നമുക്ക് എങ്ങനെയെങ്കിലും ഹൈ സ്പീഡിൽ പോകട്ടെ. എൻ്റെ പോലെ നമ്മുടെ ഡിഫൻഡറിൻ്റെ 2 ഡോർ പോയി. ഓക്കെ ഡോർ പോയാലും കുഴപ്പമില്ല. നമുക്ക് നാളെ എംപുരാൻ കണ്ടേ പറ്റും. ഓക്കെ എൻ്റെ പോലെ അവൻ തന്നെ റോക്കറ്റ് പോലെയാണല്ലോ പോണത്. ഇവൻ്റെ വണ്ടി BMW ആണ് കേസ്. ഓക്കെ എന്നാൽ അവനെ പിടിച്ചിട്ട് തന്നെ കാര്യം കേസ് അല്ല പിന്നെ. ഓക്കെ അയ്യോ ചേട്ടാ സോറി ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്കണം ചേട്ടാ. സോറി ചേട്ടാ, നമ്മളിനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കൂല ഫ്രാങ്ക്ലി ചേട്ടാ. സോറി ചേട്ടാ. എടാ നീ ഇനിയിപ്പോൾ ഒന്നും പറയണ്ട കേട്ടാ. നീ ഇപ്പോൾ ചെയ്ത് ഒട്ടും ശരിയായില്ല കേട്ടാ. നീ ഈ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ നിന്നാണ് എംപുരാൻ്റെ ടിക്കറ്റിൻ്റെ കോപ്പി അടിച്ചു മാറ്റിക്കൊണ്ടല്ലേ. സോറി ചേട്ടാ, ഞങ്ങളെ വിട് ഫ്രാങ്ക്ലി ചേട്ടാ. സോറി ചേട്ടാ. നിന്നെയൊക്കെ ഇനി വിടുന്ന പ്രശ്നമല്ല കേട്ടാ. നിൻ്റെയൊക്കെ കാര്യത്തിലൊരു തീരുമാനം കേട്ടാ. ഇതാണ് പിടിച്ചോ, ഇത്രയേ ഉള്ളൂ കേട്ടാ. ഇതാണ് നിൻ്റെയൊക്കെ ശിക്ഷ ചേട്ടാ കേട്ടാ. ഇനി എൻ്റെ വീട്ടിൽ നിന്നല്ല അടിച്ചു മാറ്റിയ നിൻ്റെയൊക്കെ കാര്യം ഇതായിരിക്കും കേട്ടാ. അയ്യോ നമ്മളെ കൊല്ലല്ലേ എൻ്റെ അമ്മച്ചിയെ. ഫ്രാങ്ക്ലി ചേട്ടാ കലക്കി ഫ്രാങ്ക്ലി ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, നമുക്കില്ല ഇവന്മാരെ വണ്ടി അങ്ങ് എടുത്താലോ. ആടാ ഷിഞ്ചനെ പിഞ്ചനെ ഇവന്മാരിനി രക്ഷപ്പെടുമെന്ന് എനിക്ക് തന്നെ അറിയണം കേട്ടാ. ഒരു കാര്യം ചെയ്യും, ഇവന്മാരെ BMW നമുക്ക് അങ്ങ് എടുക്കാം കേട്ടാ. എടാ ഷിഞ്ചനെ പിഞ്ചനെ നിങ്ങൾ ആ ഡിഫൻഡർ എടുത്തോണ്ട് കേട്ടാ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആ വണ്ടി ശരിയാക്കി എടുക്കാം. ഫ്രാങ്ക്ലി ചേട്ടാ. അപ്പോൾ ഫ്രാങ്ക്ലി ചേട്ടാ നമുക്കിനി രാവിലെ വെച്ച് കാണാം കേട്ടാ. എന്നിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാം. ആടാ ഷിഞ്ചനെ. എടാ ഷിഞ്ചനെ പിഞ്ചനെ വന്ന് വണ്ടി കയറ്. ഫ്രാങ്ക്ലി ചേട്ടാ നമ്മളിന്ന് അവന്മാരെ BMW പോണ. ആടാ ഷിഞ്ചനെ പിഞ്ചനെ. ഓക്കെ ഗൈസ് നമ്മളില്ലേ ഇന്നലെ എന്തായാലും നമ്മുടെ ടിക്കറ്റ് അടിച്ചു പറ്റിയ കുറച്ച് കള്ളന്മാർ വന്നല്ലോ. ആ സമയത്താണ് നമ്മൾ അവന്മാരെ പിടിച്ചല്ലോ. അപ്പം നമുക്ക് അവന്മാരെ BMW കിട്ടിയ കേട്ടാ. ഇതിപ്പോൾ ഏതായാലും കൊള്ളാം ഗൈസ്. നമ്മുടെ പോയ പൈസ നമുക്ക് തിരിച്ചു കിട്ടിയ കേട്ടാ. അതായത് നമ്മൾ കുറേ പൈസ മുടക്കിയല്ലോ നമ്മൾ ടിക്കറ്റ് സെറ്റാക്കി. ഓക്കെ അത്രയും വില പറഞ്ഞൊരു കാർ നമുക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ. ഓക്കെ എന്തായാലൊക്കെ ആവട്ടെ. നമ്മൾ പിന്നെ ഇന്നലെ രാത്രി തന്നെ ഈ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്ത് കളർ മാറ്റിയെടുത്ത് കേട്ടാ. കൂടെ നമ്മുടെ ഡിഫൻഡർ കൂടെ ശരിയാക്കി കേട്ടാ. നമുക്കിനിയിപ്പോൾ എന്തായാലും നേരെ തിയേറ്ററിൽ പോകാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തായാലും ആ ഒരു സിനിമ നൈസായിട്ട് അങ്ങ് കണ്ടു തുടങ്ങാം. ഓക്കെ
നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഇവിടെ ഇപ്പം തിയേറ്ററുകളിലൊക്കെ എത്തിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, എമ്പുരാൻ തുടങ്ങിയില്ല. എൻ്റെ മോനെ എമ്പുരാൻ തുടങ്ങി. എടാ ഷിൻചാനെ പിഞ്ചാനെ എമ്പുരാൻ തുടങ്ങി. ഫ്രാങ്ക്ലി ചേട്ടാ, എൻ്റെ മോനെ അടിപൊളി സിനിമ കേട്ടോ ഫ്രാങ്ക്ലി ചേട്ടാ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. എൻ്റെ മോനെ വേറെ ലെവൽ കേട്ടോ. ഓക്കെ ഓക്കെ ഗായ്സ്, പൊളിയായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഫ്രാങ്ക്ലി ചേട്ടാ. മോഹൻലാലോടെ മോഹൻലാല്, എടാ മോഹൻലാൽ ഇപ്പോൾ ഒരുടാ വന്നടാ മോഹൻലാൽ അംബാസഡർ ഫ്രാങ്ക്ലി ചേട്ടാ. ലാലേട്ടൻ ഓയ് മോഹൻലാൽ ഐ ആം യുവർ ഫാൻ. എൻ്റെ മോനയുടെ ഷിൻചാനെ തിയേറ്ററിൽ ഭയങ്കര ബഹളമാണല്ലേ. ഫ്രാങ്ക്ലി ചേട്ടാ, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടോ. അടിപൊളി സിനിമ കേട്ടോ. എൻ്റെ മോനെ മോഹൻലാലിൻ്റെ വരവ് അടിപൊളിയായിട്ട് കേട്ടാ. അവസാനമായിരിക്കും മിക്കവാറും പൃഥ്വിരാജ് മോഹൻലാലും തമ്മിലുള്ള സീൻ. എൻ്റെ മോൻ ഇതിന് അടിപൊളി. ഫ്രാങ്ക്ലി ചേട്ടൻ നല്ല അസല് സിനിമയായിരുന്നു കേട്ടാ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി കേട്ടാ നമ്മുടെ എമ്പുരാൻ. ആടാ ഷിൻചാനെ, നമ്മൾ കള്ള ടിക്കറ്റും വെച്ചോണ്ടാണ് കേട്ടോ തിയേറ്ററിൽ കയറി കണ്ടത് ഫ്രീ ആയിട്ട്. പക്ഷേ എന്നാലും ടിക്കറ്റ് ഉണ്ടാക്കാൻ കുറേ പൈസ പോയി, അത് വേറെ കേസാണ് കേട്ടാ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും എമ്പുരാൻ കാണാൻ പറ്റിയല്ലോ. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇന്ത്യയിലുള്ള, അതായത് നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രോയിങ് 3D സിറ്റിയിലുള്ള ഇവിടുത്തെ തിയേറ്ററിൽ ഇന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ എമ്പുരാനൊക്കെ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ക്ഷമ പിടിച്ചെന്തായാലും നമുക്ക് കാണാമായിരുന്നു കേസ്. ഓക്കെ, കുഴപ്പമില്ല കേസ്. ഓക്കെ, നമ്മളെന്തായാലും കണ്ടല്ലോ, അത് മതി. ഓക്കെ, നല്ല സിനിമയാണ് കേട്ടോ, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി കേസ്. ഓക്കെ, ഫ്രാങ്ക്ലി ചേട്ടാ ഒരു രക്ഷയില്ല കേട്ടോ. ലാലേട്ടൻ്റെ വരവ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫ്രാങ്ക്ലി ചേട്ടാ. കിടില, ഒന്നും പറയില്ല ഫ്രാങ്ക്ലി ചേട്ടാ. സൂപ്പർ സിനിമ, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി ഫ്രാങ്ക്ലി ചേട്ടാ. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടാ. ആടാ ഷിൻചാനെ പിഞ്ചാനെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ഒക്കെ ചെറിയൊരു സ്റ്റോറി വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മുടെ എമ്പുരാനെ വെച്ച് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയും കളൊക്കെയായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കണ നമ്മുടെ ഒരു എമ്പുരാൻ്റെ സീനെന്ന് വെച്ചാൽ അത് നമ്മുടെ GTA 5 സീനുകളൊക്കെയാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇതിലായിട്ട് ആരും ലൈക്ക് ചെയ്തോളം ലൈക്ക് ചെയ്യുക, ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് അപ്പോഴും നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടോ. അപ്പം പുതിയൊരു കിടില വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.